ഹായ് എവരിവൺ, ദിസ് ഈസ് ജി ബി സെബാസ്റ്റ്യൻ ആൻഡ് വെൽക്കം ടു ജി ബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കായ ഹണി ഡ്യൂസ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ലെസൺ, ഒന്നാമത്തെ ലെസൺ ആണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ 2 പാർട്ടുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് 2 പാർട്ടുകൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ആദ്യം കാണണം, എന്നാലേ ഈ കഥ മനസ്സിലാവുള്ളൂ. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. അപ്പോൾ ഈ ലെസൻ്റെ പേര് ദ ബെസ്റ്റ് ക്രിസ്മസ് പ്രസൻറ്റ് ഇൻ ദ വേൾഡ്, ദ ബെസ്റ്റ് ക്രിസ്മസ് പ്രസൻറ്റ് ഇൻ ദ വേൾഡ് എന്നാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ടുകൾ കാണാത്തവർ അത് കാണാം. നമുക്ക് ഈ 2ാമത്തെ പാർട്ട് കാണാം. 2ാമത്തെ 3ാമത്തെ പാർട്ടിൽ അതിൻ്റെ സ്റ്റോറി നോക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് അതിലത്തെ ടഫ് വേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡഗ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെൽട്ടർ ഫോർ സോൾജിയേഴ്സ് മെയ്ഡ് ബൈ ഡിഗിങ് എ ഹോൾ ഇൻ ദ ഗ്രൗണ്ട് ആൻഡ് കവറിങ് ഇറ്റ്. അതായത് മണ്ണ് കുഴിച്ച് ഒരു ഹോളുണ്ടാക്കി അതിനെ കവർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഈ സോൾജിയേഴ്സ്, അതായത് അവർ അവരുടെ ഷെൽട്ടറിന് വേണ്ടിയിട്ട്, അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് അങ്ങനെ മണ്ണിൽ കുഴി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ അതിനെയാണ് പറയുന്നത് ഡഗ് ഔട്ട് എന്ന് പറയുന്നത്. എ ഷെൽട്ടർ ഫോർ ദ സോൾജിയേഴ്സിനുള്ള ഒരു ഷെൽട്ടറാണത്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ ലിറ്റ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കെയിം ബ്രൈറ്റ് വിത്ത് ഹാപ്പിനെസ്, അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ബിക്കെയിം ബ്രൈറ്റ്, ഫേസ് എല്ലാം നല്ല ബ്രൈറ്റ് ആവുക, അതിനെ ലിറ്റ് അപ്പ് എന്ന് പറയുന്നത്. സഫ്യൂസ്ഡ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോ ഓഫ് ഹാപ്പിനെസ്, അതായത് ഒരു മുഖത്തൊരു സന്തോഷത്തിൻ്റെ, ഹാപ്പിനെസ്സിൻ്റെ ഗ്ലോ, അതിനെ സഫ്യൂസ്ഡ് വിത്ത് എന്ന് പറയും. അല്ലെങ്കിൽ സ്പ്രെഡ് ഓൾ ഓവർ ഹെർ സ്പേസ്, അതായത് ഇവിടെ അമ്മാമ്മയുടെ മുഖത്ത് നല്ല പ്രകാശം, അതായത് ഹാപ്പിനെസ് കൊണ്ട്, സന്തോഷം കൊണ്ട് ഇങ്ങനെ ഗ്ലോ വരിക. അതിനെ ബേൺഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയിഡ് ബൈ ഫയർ, തീയിൽ നശിപ്പിക്കപ്പെടുക, ഡിസ്ട്രോയ് ചെയ്യപ്പെടുക. ബോർഡഡ് അപ്പ് എന്ന് പറഞ്ഞാൽ കവേർഡ് വിത്ത് വുഡൻ ബോർഡ് വെച്ചിട്ട് കവർ ചെയ്തിരിക്കുന്ന, അതിനെയാണ് ബോർഡഡ് അപ്പ് എന്ന് പറയുന്നത്. മഡിൽ ഹെഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഈ 3ാമത്തെ പാർട്ട് നോക്കാം, ഇതെന്താണെന്നുള്ളത്. ഐ ഫോൾഡഡ് ദ ലെറ്റർ അഗെയിൻ ആൻഡ് സ്ലിപ്ഡ് ഇറ്റ് കെയർഫുള്ളി ബാക്ക് ഇൻ ടു ഇറ്റ്സ് എൻവലപ്പ്. അപ്പോൾ എന്നിട്ട് ആ ലെറ്റർ വായിച്ചു. അത് ഫസ്റ്റ് 2 പാർട്ടുകൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണണം, എന്നാലിത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ദ ലെറ്റർ ഫോൾഡ് ചെയ്ത് ആൻഡ് സ്ലിപ്ഡ് ഇറ്റ് കെയർഫുള്ളി ബാക്ക് ഇൻ ടു ഇറ്റ്സ് എൻവലപ്പ്, അതിൻ്റെ എൻവലപ്പിലോട്ട് തന്നെ ഇട്ടു. ഐ കെപ്റ്റ് എ വേക്ക് ഓൾ നൈറ്റ്, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, ഞാൻ ഉണർന്നിരുന്നു രാത്രി മൊത്തം. ബൈ മോർണിംഗ്, പിറ്റേ ദിവസം രാവിലെയായി, ഐ ന്യൂ വാട്ട് ഐ ഹാഡ് ടു ഡു, എനിക്കറിയാമായിരുന്നു. രാവിലെ ആയപ്പോൾ എനിക്കറിയാം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ഐ ഡ്രോവ് ഇൻ ടു ബ്രൈറ്റ് പോർട്ട്, ഞാൻ ഡ്രോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഞാൻ ആ ബ്രൈറ്റ് പോർട്ടിലോട്ട് വണ്ടി ഓടിച്ചു. ജസ്റ്റ് എ ഫ്യൂ മൈൽസ് അവേ, ഞാൻ ഉള്ള സ്ഥലത്തുനിന്ന് കുറച്ച് മൈൽ ദൂരെയാണത്. അപ്പം ഞാൻ അങ്ങോട്ട് വണ്ടി ഓടിച്ചു. ഐ ആസ്ക്ഡ് എ ബോയ് വാക്കിംഗ് ഹിസ് ഡോഗ്, അതായത് ഒരു ബോയ്, ഒരു ആൺകുട്ടി എൻ്റെ നായ്ക്കുട്ടിയെ അല്ലെങ്കിൽ നായനെ, പട്ടിയെ അവിടെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു വേർ കോപ്പർ ബീച്ചസ് എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ 12 കോപ്പർ ബീച്ചസ് ആണ് ആ ലെറ്ററിൽ, ആ എൻവലപ്പിൽ എഴുതി കണ്ട അഡ്രസ്സ്. അപ്പോൾ ഹൗസ് നമ്പർ 12 ആയിരുന്നു ഒന്ന് കാണേണ്ടത്. ഹൗസ് നമ്പർ 12 ടേൺഡ് ഔട്ട് ടു ബി നത്തിങ് ബട്ട് എ ബേൺഡ് ഔട്ട് ഷെൽ. ബേൺഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയിൽ കത്തിയ ഒരു ഷെല്ല് മാത്രമാണ്, കത്തിക്കരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ ഹൗസ് നമ്പർ 12 ഒന്നും കാണുന്നില്ല. അപ്പോൾ കോപ്പർ ബീച്ചസ് എവിടെയാണെന്ന് ചോദിച്ചു. ഹൗസ് നമ്പർ 12 ഒന്നും കണ്ടില്ല. ദ റൂഫിൽ ഗ്യാപ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിൻഡോസ് ബോർഡഡ് അപ്പ്, വിൻഡോ എല്ലാം ഈ പലകകൾ വെച്ച് വുഡൻ ബോർഡ്സ് വെച്ച് അടിച്ച് മറച്ചിരിക്കുന്നു. ആൻഡ് നോക്ക്ഡ് അറ്റ് ദ ഹൗസ് നെക്സ്റ്റ് ഡോർ, അടുത്ത വീട്ടിൻ്റെ ഡോറിൽ ഞാൻ നോക്ക് ചെയ്തു. ആൻഡ് ആസ്ക്ഡ് ഇഫ് എനിവൺ ന്യൂ ദ വെയർ അബൌട്ട്സ് ഓഫ് എ
മിസ്സിസ് മാക്ഫേഴ്സൺ എന്ന ഒരു സ്ത്രീയുടെ വെറബൌട്ട്സ് അതെന്നെ ഡീറ്റെയിൽസ്, ആ സ്ത്രീയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയാമോ എന്ന് അടുത്ത വീട്ടിലെ ഡോറിൽ നോക്ക് ചെയ്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ ഓ യെസ് സെഡ് ദ ഓൾഡ് മാൻ ഇൻ ഈ സ്ലിപ്പേഴ്സ് ഇട്ട് ഇരിക്കുന്ന ആ ഓൾഡ് മാൻ, ഒരു വയസ്സായ മനുഷ്യൻ പറഞ്ഞു, ആ യെസ് ഞങ്ങൾക്കറിയാം. ഹി ന്യൂ ഹർ വെൽ. അയാൾക്ക് ആ മിസ്സിസ് മാക്ഫേഴ്സന് എഴുതിയ ലെറ്റർ കൊണ്ടാണ് ഇയാൾ വരുന്നത്. നന്നായി അറിയാമായിരുന്നു ഈ ഓൾഡ് മാന് ആ മിസ്സിസ് മാക്ഫേഴ്സനെ. ലവ്ലി ഓൾഡ് ലേഡി, അയാൾ പറഞ്ഞു. ഹി ടോൾഡ് മീ എ ലവ്ലി ഓൾഡ് ലേഡി, വളരെ നല്ല ഒരു വയസ്സായ സ്ത്രീയാണ്. എ ബിറ്റ് മഡിൽ ഹെഡഡ് എന്ന് പറഞ്ഞാൽ ബിറ്റ് കൺഫ്യൂസ്ഡ്. ബട്ട് അറ്റ് ഹെർ ഏജ് ഷീ വാസ് എൻടൈറ്റിൽഡ് ടു ബി, വാസൻറ്റ് ഷീ? അതുകൂടെ കൂട്ടിച്ചേർത്തു. ആ സ്ത്രീയുടെ ഏജ് ഒരുപാട് വയസ്സായ സ്ത്രീയാണ്, കുറച്ച് കൺഫ്യൂസ്ഡ് ആയാലും ഓക്കെ ദാറ്റ് ഷീ ഈസ് എൻടൈറ്റിൽഡ് ടു ആണെങ്കിലും കുഴപ്പമില്ല. വാസൻറ്റ് ഷീ? അല്ലേ, ഇത്ര വയസ്സായ ഒരു സ്ത്രീ കുറച്ച് കൺഫ്യൂസ്ഡ് ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ. 101 year old, 101 വയസ്സുള്ള സ്ത്രീയാണ്. ഷീ ഹാഡ് ബീൻ ഇൻ ദ ഹൗസ്, പറഞ്ഞു. ഷീ ഹാഡ് ബീൻ ഇൻ ദ ഹൗസ് വെൻ ഇറ്റ് കോട്ട് ഫയർ. തീ പിടിച്ചപ്പോൾ ആ സ്ത്രീ ഈ ഹൗസിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു, ഈ വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നോ വൺ റിയലി ന്യൂ ഹൗ ദ ഫയർ ഹാഡ് സ്റ്റാർട്ടഡ്. ആർക്കും അറിയില്ല എങ്ങനെയാണ് ആ തീ പിടിച്ചതെന്ന്. ബട്ട് ഇറ്റ് കുഡ് വെൽ ഹാവ് ബീൻ കാൻഡിൽസ് നിന്നായിരിക്കാം, മെഴുകുതിരിയിൽ നിന്നായിരിക്കാം തീ പിടിച്ചത്. ഷീ യൂസ്ഡ് കാൻഡിൽസ് റാദർ ദാൻ ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയെക്കാട്ടിലും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് കാൻഡിൽസ് ആയിരുന്നു, മെഴുകുതിരികളായിരുന്നു. ബിക്കോസ് ഷീ ഓൾവേസ് തോട്ട് ഇലക്ട്രിസിറ്റി വാസ് ടു എക്സ്പെൻസീവ്. അപ്പോൾ ആ സ്ത്രീക്ക്, ആ ഓൾഡ് ലേഡി എപ്പോഴും പറയുമായിരുന്നു, അല്ലെങ്കിൽ വിചാരിച്ചു ഇലക്ട്രിസിറ്റി ഒരുപാട് എക്സ്പെൻസീവ് ആണെന്ന്. ദ ഫയർമാൻ ഹാഡ് ഗോട്ട് ഹെർ ഔട്ട് ജസ്റ്റ് ഇൻ ടൈം. ഫയർമാൻ വന്നിട്ട് ആ സ്ത്രീയെ ടൈമിൽ തന്നെ, അധികം ഒന്നും പറ്റാത്ത അതിന് മുമ്പ് തന്നെ അവരെ സേവ് ചെയ്തു, അവരെ പുറത്തെടുത്തു. ആൻഡ് ഷീ വാസ് ഇൻ എ നഴ്സിംഗ് ഹോം, ഒരു നഴ്സിംഗ് ഹോമിലായിരുന്നു. ഹി ടോൾഡ് മീ, ആ ഓൾഡ് മാൻ പറഞ്ഞു. ബർലിംഗ്ടൺ ഹൗസ് എന്ന സ്ഥലത്തെ ഒരു നഴ്സിംഗ് ഹോമിലാണ്. ആൻഡ് ഓൺ ദ ഡോർച്ചെസ്റ്റർ റോഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ടൗണിൻ്റെ മറ്റേ അറ്റത്തെ ഡോർച്ചെസ്റ്റർ റോഡിലെ ബർലിംഗ്ടൺ ഹൗസ് ആയ ഒരു നഴ്സിംഗ് ഹോമിലാണ് ആ സ്ത്രീ ഇപ്പോൾ ഉള്ളത്, ആ വൃദ്ധ ഇപ്പോൾ ഉള്ളത്. ഐ ഫൗണ്ട് ബർലിംഗ്ടൺ ഹൗസ് നഴ്സിംഗ് ഹോം. ഇയാൾ കണ്ടുപിടിച്ചു, ഈസി ആയിട്ട് കണ്ടുപിടിച്ചു. ആ നഴ്സിംഗ് ഹോമിൻ്റെ പേരാണ് ബർലിംഗ്ടൺ ഹൗസ്. അപ്പോൾ ദർ വാസ് പേപ്പർ ചെയിൻസ് അപ്പ് ഇൻ ദ ഹോൾവേ. ലൈറ്റഡ് ക്രിസ്മസ് ട്രീ സ്റ്റുഡ് ഇൻ ദ കോർണർ വിത്ത് ലോപ്പ്-സൈഡഡ് ഏഞ്ചൽ ഓൺ ഇറ്റ്. ഒരു ക്രിസ്മസ് ട്രീ ഒരു കോർണറിൽ കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് പേപ്പർ ഡെക്കറേഷൻസ് കണ്ടു. മൊത്തം ക്രിസ്മസ് ട്രീ എല്ലാം ലൈറ്റഡ് അപ്പ് ആയിരുന്നു ഒരു കോർണറിൽ. അതുപോലെ തന്നെ ഒരു മാലാഖയെ തൂക്കിയിട്ടുണ്ടായിരുന്നു ആ ക്രിസ്മസ് ട്രീൻ്റെ മുകളിൽ. അങ്ങനെ ക്രിസ്മസ് ദിവസം ആയതുകൊണ്ട് എല്ലാ ഡെക്കറേഷൻസും അവിടെ ഉണ്ടായിരുന്നു. ഐ സെഡ് ഐ വാസ് എ ഫ്രണ്ട് കം ടു വിസിറ്റ് മിസ്സസ് മാക്ഫേഴ്സൺ ടു ബ്രിങ് ഹെർ എ ക്രിസ്മസ് പ്രസൻറ്റ്. അതായത് ഞാൻ പറഞ്ഞു, ഞാൻ മിസ്സിസ് മാക്ഫേഴ്സനെ കാണാൻ വന്ന ഒരു ഫ്രണ്ടാണ്. മിസ്സിസ് മാക്ഫേഴ്സന് വേണ്ടിയിട്ട് ഞാനൊരു ക്രിസ്മസ് പ്രസൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. I could see through into the dining room where everyone was wearing a paper hat and singing. അപ്പം ഞാൻ നോക്കുമ്പോൾ ആ ഡൈനിങ് റൂമിൽ, വിൻഡോയിലൂടെ നോക്കി ഡൈനിങ് റൂം കാണാമായിരുന്നു. ഡൈനിങ് റൂമിൽ എല്ലാവരും, everyone was wearing a paper hat, ഒരു പേപ്പർ ഹാറ്റ് എല്ലാവരുടെ തലയിലുണ്ടായിരുന്നു. ആൻഡ് എല്ലാവരും പാടുകയായിരുന്നു. The matron had a hat on too. മാട്രൻ്റെ തലയിലും ഹാറ്റ് ഉണ്ടായിരുന്നു. Matron had a hat on her head too. And seemed happy enough to see me. അവരെ കണ്ടപ്പോൾ എനിക്കും തോന്നി, ഷീ വാസ് വെരി ഹാപ്പി ടു സീ മീ. എന്നെ കണ്ട് അവർക്കും നല്ല സന്തോഷം തോന്നി. ആൻഡ് ഷീ ഈവൻ ഓഫേർഡ് മീ എ മിൻസ് പായ്. മിൻസ് പായ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ്. അതും മിൻസ് പായും ഓഫർ ചെയ്തു എനിക്ക്. ആൻഡ് ഷീ വാക്ക്ഡ് മീ അലോങ് ദ കോറിഡോറിലൂടെ എന്നെ കൊണ്ടുപോയി.
പറഞ്ഞു മിസ്സിസ് മാക്ഫേഴ്സൺ ഈസ് നോട്ട് ഇൻ വിത്ത് ദ അതേഴ്സ്. മറ്റുള്ളവരുടെ കൂടെ ഇവിടെ ഇല്ല മാക്ഫേഴ്സൺ. അതായത് എല്ലാവരും അവിടെ ഡൈനിങ് റൂമിലുണ്ട്, അവിടെ ഇല്ല. ഷീ ടോൾഡ് മീ ഷീ ഈസ് റാദർ കൺഫ്യൂസ്ഡ് ടുഡേ, കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് എന്ന്. സോ വി തോട്ട് ഇറ്റ് ബെസ്റ്റ് ഇഫ് ഷീ ഹാഡ് ഗുഡ് റെസ്റ്റ്. നന്നായിരിക്കും, നന്നായി റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് വിചാരിച്ച് അവർ റൂമിൽ തന്നെയാണ്. ഷീ ഹാസ് നോ ഫാമിലി, യുനോ. അവർക്ക് ഒരു ഫാമിലി ഒന്നുമില്ല, ആരുമില്ല. നോ വൺ വിസിറ്റ്സ്, ആരും വിസിറ്റ് ചെയ്യാൻ വരാറുമില്ല. സോ ഐ എം ഷുവർ ഷീ വിൽ ബി ഓൺലി ടു പ്ലീസ് ടു സീ യു. ഭയങ്കര ഹാപ്പി ആയിരിക്കും നിങ്ങളെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം തോന്നും. ഷീ ടുക്ക് മീ ഇൻ ടു കൺസർവേറ്ററി വിത്ത് വിക്ക ചെയേഴ്സ്. വിക്ക ചെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാമ്പു കൊണ്ടുണ്ടാക്കിയ, ചുവരിൽ കൊണ്ടുണ്ടാക്കിയ ചെയേഴ്സൊക്കെ ഉണ്ട്. അവർ താമസിക്കുന്ന അങ്ങോട്ട് കൊണ്ടുപോയി. പോട്ടഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾ നട്ട ഈ പോട്ട്സൊക്കെ ഉണ്ട്, ചെടിച്ചട്ടികളും പ്ലാന്റ്സൊക്കെ ഉണ്ട് ഓൾ അറൗണ്ട്, ചുറ്റും അതൊക്കെ ആയിരുന്നു. ആൻഡ് ലെഫ്റ്റ് മീ ദേ, അവിടെ കൊണ്ട് എന്നെ വിട്ടു. ദ ഓൾഡ് ലേഡി വാസ് സിറ്റിംഗ് ഇൻ എ വീൽ ചെയർ. ആ ഓൾഡ് ലേഡി മിസ്സിസ് മാക്ഫേഴ്സൺ വാസ് സിറ്റിംഗ് ഇൻ എ വീൽ ചെയർ. ഒരു വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹെർ ഹാൻഡ്സ് ഫോൾഡഡ് ഇൻ ഹെർ ലാപ്പ്. മടിയിൽ രണ്ട് കൈയും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഷീ ഹാഡ് എ സിൽവർ വൈറ്റ് ഹെയർ പിൻഡ് ഇൻ ടു എ വിസ്പി ബാൻ. അതായത് സിൽവർ വൈറ്റ് ഹെയർ ആയിരുന്നു, അതായത് എന്താണ് നമ്മുടെ നരച്ച മുടിയായിരുന്നു, സിൽവർ വൈറ്റ് ഹെയർ ആയിരുന്നു, ഒരു മുടി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഷീ വാസ് ഗേസിങ് ഔട്ട് അറ്റ് ദ ഗാർഡനിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഹലോ ഐ സെഡ്. അപ്പോൾ അവിടെ എത്തി. ആ ഓൾഡ് ലേഡി വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഓൾഡ് ലേഡി ഗാർഡനിലോട്ട് നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഹലോ ഐ സെഡ്. ഷീ ടേൺഡ് ആൻഡ് ലുക്ക്ഡ് അപ്പ് അറ്റ് മീ വേക്കൻ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത പോലെ നോക്കിയിട്ട് എന്നെ മുകളിലോട്ട് നോക്കി, എന്നെ നോക്കി. ഹാപ്പി ക്രിസ്മസ് കോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ഹാപ്പി ക്രിസ്മസ് കോന്നി എന്ന് ആ ഹസ്ബൻഡ് ഈ വൈഫിനെ വിളിക്കുന്നതായിരുന്നു കോന്നി എന്ന്. ആ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഡിയറസ്റ്റ് കോന്നി എന്ന്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് കോന്നി എന്നാണ് ഇയാളും വിളിച്ചത്. ഐ വെൻ്റ് ഓൺ. ഞാൻ പറഞ്ഞു ഐ ഫൗണ്ട് ദിസ്. ലെറ്റർ കാണിച്ചിട്ട് പറഞ്ഞു ഐ ഫൗണ്ട് ദിസ്. ഐ തിങ്ക് ഇറ്റ്സ് യുവേഴ്സ്. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളുടെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആസ് ഐ വാസ് സ്പീക്കിംഗ് ഹെർ ഐസ് നെവർ ലെഫ്റ്റ് മൈ ഫേസ്. ഞാൻ ആ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവർ എന്നെ തന്നെ നോക്കുമായിരുന്നു. ഹെർ ഐസ് നെവർ ലെഫ്റ്റ് മൈ ഫേസ്. എൻ്റെ മുഖത്ത് തന്നെ നോക്കുമായിരുന്നു. ഐ ഓപ്പൺ ദ ടിൻ ബോക്സ് തുറന്നു. ഐ ഓപ്പൺ ദ ടിൻ ബോക്സ് ആൻഡ് ഗേവ് ഇറ്റ് ടു ഹെർ. ആ ടിൻ ബോക്സ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ആ ലെറ്റർ ഉള്ളത്. അത് അവർ കൊടുത്തു. ദാറ്റ് വാസ് ദ മൊമെൻറ്റ് ഹെർ ഐസ് ലിറ്റ് അപ്പ് വിത്ത് റെക്കഗ്നിഷൻ ആൻഡ് ഹെർ ഫേസ് ബിക്കെയിം സഫ്യൂസ്ഡ് വിത്ത് എ സഡൻ ഗ്ലോ ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ ദാറ്റ് വാസ് ദ മൊമെൻറ്റ് ഹെർ ഐസ് ലിറ്റ് അപ്പ്. തിളങ്ങി കണ്ണുകൾ വിത്ത് റെക്കഗ്നിഷൻ. അവർ ആളെ തിരിച്ചറിഞ്ഞ പോലെ കണ്ണുകൾ തിളങ്ങി. ആൻഡ് ഹെർ ഫേസ് ബിക്കെയിം സഫ്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോ ചെയ്തു. വിത്ത് എ സഡൻ ഗ്ലോ ഓഫ് ഹാപ്പിനെസ്. ഭയങ്കര സന്തോഷം അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു. വിത്ത് എ സഡൻ ഗ്ലോ ഓഫ് ഹാപ്പിനെസ്. ഐ എക്സ്പ്ലെയിൻഡ് അബൌട്ട് ദ ഡെസ്ക്. ആ ഡെസ്കിനെ കുറിച്ച് പറഞ്ഞു. ആ ഡെസ്ക് പഴയ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലത്ത് കണ്ട ഡെസ്കായിരുന്നു. ആ ഡെസ്ക് വീട്ടിൽ കൊണ്ടുവന്ന് തുറന്നപ്പോഴാണ് ആ സീക്രട്ട് ഡ്രോവറിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് കിട്ടിയത്. ആ ബോക്സിൻ്റെ ഉള്ളിലായിരുന്നു ഈ ലെറ്റർ കിട്ടിയത്. ഇവർക്ക് എഴുതിയ ഇവരുടെ ഹസ്ബൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് സോൾജിയറായിരുന്നു, ഓഫീസറായിരുന്നു. അവിടെ നടന്നൊരു സംഭവത്തെക്കുറിച്ച് വളരെ മനോഹരമായി എഴുതിയ ഒരു ലെറ്റർ. ആ ലെറ്റർ ഇയാൾ വായിച്ചു. അപ്പോൾ ആ ഡെസ്കിനെ കുറിച്ച് പറഞ്ഞു. അബൌട്ട് ഹൗ ഐ ഫൗണ്ട് ഇറ്റ്. എങ്ങനെ ഞാൻ ആ ഡെസ്കിനെ കണ്ടു, എവിടെ കണ്ടു. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഷീ വാസ് ലിസണിങ്. പക്ഷേ എനിക്ക് തോന്നി അവർ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെന്ന്. ഫോർ എ വൈൽ ഷീ സെഡ് നത്തിങ്. കുറച്ച് നേരത്തിന് ആ സ്ത്രീ ഒന്നും പറഞ്ഞില്ല. ബട്ട് സ്ട്രോക്ഡ് ദ ലെറ്റർ ടെൻഡർലി വിത്ത് ഹെർ ഫിംഗർ ടിപ്സ്. അവരവരുടെ ഫിംഗർ ടിപ്സ് വെച്ച് ആ ലെറ്ററിൻ്റെ മുകളിൽ തഴുകുന്നുണ്ടായിരുന്നു. വളരെ ടെൻഡറായിട്ട്, വളരെ മൃദുവായിട്ട് അതിൻ്റെ മുകളിൽ തഴുകുന്നുണ്ടായിരുന്നു ആ ലെറ്ററിനെ. സഡൻലി ഷീ റീച്ച്ഡ് ഔട്ട് ആൻഡ് ടുക്ക് മൈ ഹാൻഡ്. അപ്പോൾ പെട്ടെന്ന് അവരുടെ കൈ നീട്ടിയിട്ട് എൻ്റെ കൈ പിടിച്ചു. ആൻഡ് ഹെർ ഐസ് വെർ ഫിൽഡ് വിത്ത് ടിയേഴ്സ്. അവരുടെ കണ്ണുകളിൽ കണ്ണുനീര് നിറഞ്ഞിരുന്നു.
യു ടോൾഡ് മീ യു വുഡ് കം ഹോം. നീ പറഞ്ഞിരുന്നില്ലേ നീ വീട്ടിലോട്ട് വരുമെന്ന് ബൈ ക്രിസ്മസ് ഡിയറസ്റ്റ്. അപ്പോൾ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ആകുമ്പോഴേക്കും വരുമെന്ന്, വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷീ സെഡ് ആൻഡ് ഹിയർ യു ആർ. നീ ഇതാ വന്നിരിക്കുന്നു. ദ ബെസ്റ്റ് ക്രിസ്മസ് പ്രസൻറ്റ് ഇൻ ദ വേൾഡ്. ഇതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നല്ല ബെസ്റ്റ് ക്രിസ്മസ് പ്രസൻറ്റ്. ലോകത്തിൽ ഏറ്റവും നല്ല ക്രിസ്മസ് പ്രസൻറ്റാണിത്. കം ക്ലോസർ ജിം ഡിയർ സിറ്റ് ഡൗൺ. അപ്പോൾ ഇയാളെ ആ സ്ത്രീ എന്താണെന്ന് വിചാരിച്ചു, സ്വന്തം ഹസ്ബൻഡാണെന്ന് വിചാരിച്ചു, ജിമ്മാന്ന് വിചാരിച്ചിട്ട് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വരുമെന്ന്, നീ വന്നു, വാ എൻ്റെ അടുത്ത് വാ, എൻ്റെ അടുത്ത് ഇരിക്കൂ. ഐ സാറ്റ് ഡൗൺ ബിസൈഡ് ഹെർ. ഞാൻ സ്ത്രീൻ്റെ അടുത്തിരുന്നു. ആൻഡ് ഷി കിസ്ഡ് മൈ ചീക്ക്. എൻ്റെ കവിളിൽ അവർ ഉമ്മ വെച്ചു. ആൻഡ് ഐ റെഡ് യുവർ ലെറ്റർ സോ ഓഫൻ ജിം എവ്രി ഡേ. ഞാൻ നിൻ്റെ ലെറ്റർ എന്നും വായിക്കും. സോ ഓഫൻ, എന്നും വായിക്കും. എവ്രി ഡേ, എന്നും ഞാൻ വായിക്കും അത്. ഐ വാണ്ടഡ് ടു ഹിയർ യുവർ വോയിസ് ഇൻ മൈ ഹെഡ്. വായിക്കുമ്പോൾ നീ എന്തോ എൻ്റെ ഹെഡിൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിൽ പറയുന്ന പോലെ എനിക്ക് തോന്നുമായിരുന്നു. അപ്പോൾ എനിക്ക് നിൻ്റെ സൗണ്ട് കേൾക്കാമായിരുന്നു എൻ്റെ ഹെഡിൻ്റെ ഉള്ളിൽ, എൻ്റെ തലയ്ക്കുള്ളിൽ. ഇറ്റ് ഓൾവേസ് മെയ്ഡ് മീ ഫീൽ യു വർ വിത്ത് മീ. ഇത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നീ എൻ്റെ കൂടെ ഉണ്ടെന്ന്. നൗ യു ആർ, നീ ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. ആൻഡ് നൗ യു ആർ ബാക്ക്, യു ക്യാൻ റീഡ് ഇറ്റ് ടു മീ യുവർ സെൽഫ്. അപ്പം നീ വന്നു, ഇപ്പോൾ തിരിച്ചു വന്നു. യു ക്യാൻ റീഡ് ഇറ്റ് ടു മീ യുവർ സെൽഫ്. നീ തന്നെ എനിക്ക് വായിച്ചതാ. വുഡ് യു ഡു ദാറ്റ് ഫോർ മീ? നീ അത് എനിക്ക് ചെയ്തു തരില്ലേ? വുഡ് യു ഡു ദാറ്റ് ഫോർ മീ ജിം ഡിയർ? ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഹിയർ യുവർ വോയിസ് അഗെയിൻ. എനിക്ക് നിൻ്റെ ശബ്ദം എനിക്കിനിയും കേൾക്കണം, ഒന്നുകൂടി കേൾക്കണം. ഐ വുഡ് ലവ് ദാറ്റ് സോ മച്ച്. നിൻ്റെ ശബ്ദം എനിക്ക് അത്ര ഇഷ്ടമാണ്. ആൻഡ് ദെൻ പെർഹാപ്സ് വി വിൽ ഹാവ് സം ടീ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചായ കുടിക്കാം. ഐ ഹാവ് മെയ്ഡ് യു എ നൈസ് ക്രിസ്മസ് കേക്ക്. നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു നല്ലൊരു ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ക്രിസ്മസ് കേക്കിൻ്റെ മുകളിലുള്ള സ്വീറ്റ് ലെയറാണ് മാസിപ്പാൻ ഓൾ അറൗണ്ട്. അതിൻ്റെ ചുറ്റും ഞാൻ മാസിപ്പാൻ ഉണ്ടാക്കി. ആ സ്വീറ്റ്, കേക്കിനെ കവർ ചെയ്യുന്ന ആ സ്വീറ്റാണ് മാസിപ്പാൻ. അതും കവർ ചെയ്തിട്ടുണ്ട്. ഐ നോ ഹൗ മച്ച് യു ലവ് മാസിപ്പാൻ. എനിക്കറിയാം നീ എത്രത്തോളം ആ മാസിപ്പാൻ നിനക്ക് എത്രത്തോളം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് അങ്ങനെ പറഞ്ഞ് ഈ കഥ അവിടെ നിർത്തുകയാണ് ലേഖകൻ. ലേഖകൻ്റെ പേര് മൈക്കൽ മൈക്കൽ മോർപോഗോ എന്നാണ് ആ ലേഖകൻ്റെ പേര്. അപ്പോൾ ഇതായിരുന്നു ആ കഥ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണും, കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.